Hello Makalai, welcome to the channel. Tamil Family Reacts. நான் Swati Prabhakar with me, my husband Vasu. வணக்கம். Part 1 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்றோம். போய் பாருங்க. இப்போ part 2 குள்ள போயிடலாம். പപ്പേട്ടൻ ഒരു തീരുമാനം പറഞ്ഞില്ല. അതിപ്പോ ജയകൃഷ്ണൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കയറിയതല്ലേ ഉള്ളൂ. പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ ലീവ് കിട്ടാഞ്ഞിട്ടാ അവൻ കോയമ്പത്തൂരിന്ന് കല്യാണത്തിന് തന്നെ എത്താഞ്ഞതേ. അതെ അതെ. ആ നമ്മുടെ പണിക്കശ്ശേരിയിൽ വക്കീല് പരീക്ഷ പാസ്സായി നിൽക്കുന്ന ഒരു ചെറുക്കനുണ്ടല്ലോ. നമുക്ക് ആ കാര്യം ഒന്ന് ആലോചിച്ചാലോ? എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജയകൃഷ്ണൻ തന്നെ ആവുമ്പോ ജയകൃഷ്ണൻ തന്നെ കെട്ടണമെന്ന് ജാനകി അടുത്തേക്ക് എന്താ ഇത്ര നിർബന്ധം? അതെ, ബന്ധം വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ മകനും രാധികയുടെ മുറച്ചെറുക്കനല്ലേ, അവനെ കൊണ്ട് കെട്ടിക്കാലോ. അവന് വേറൊരു അലയൻസ് ഏതാണ്ട് ഉറപ്പിച്ചു വെച്ചിരിക്ക, അതുകൊണ്ടാ. അതങ്ങ് വേണ്ടാന്ന് പറഞ്ഞു. അതിലും വലുത് സ്വന്തം സഹോദരിയുടെ മകളുടെ ജീവിതമല്ലേ. ഇനി വാക്ക് മാറാനൊന്നും എനിക്ക് വയ്യ. ആ വയ്യ, അത് തന്നെ കാര്യം. നമ്മൾ ഇനി ഇതും പറഞ്ഞ് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യങ്ങൾ എളുപ്പം നടക്കണമെങ്കിൽ എന്തെങ്കിലും കുറവുകളുള്ള പയ്യന്മാരുണ്ടോന്ന് ആലോചിക്കണം. സംസാരിക്കാൻ കഴിവില്ലാത്തവരോ വികലാംഗന്മാരോ അങ്ങനെ ആരെങ്കിലും. നമ്മുടെ ബാങ്കിൽ ഒരു പയ്യനുണ്ട്, ഹാൻഡിക്യാപ്ഡാ, എന്നാലും കാണാൻ കൊള്ളാം. നമ്മുടെ വർമ്മയെ വിളിച്ചു വെച്ച ഡീറ്റെയിൽസ് വേണ്ട. എന്റെ മോളുടെ കാര്യത്തിൽ ഇനി നിങ്ങൾ ആരും ബുദ്ധിമുട്ടണമെന്നില്ല. അവള് ജീവിത അവസാനം വരെ ഇവിടെ തന്നെ നിന്നോട്ടെ. അതോർത്ത് നിങ്ങൾ ആരും ദുഃഖിക്കണ്ട. എന്റെ മരണം വരെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. അതിനുശേഷമല്ലേ അവക്ക് ഈശ്വരനുണ്ടാവുന്നേ. கொடுக்கலன்னா கொடுக்கலன்னு சொல்லிட்டு போ. ஆனா வந்துட்டு அட்வைஸ் பண்றேங்கிற பேர்ல இவங்க சொல்றதெல்லாம் கேட்டியா? இவரு கேட்க போறாரோ? അടുപ്പിലെ തീ അണച്ചിട്ട് എല്ലാം കുഴികുത്തി മൂട അല്ലേ അച്ചു? இவர் கேட்க போறாரு. லாலே கேட்க போறாரு. നാളെ കഴിഞ്ഞിട്ട് പൊളിച്ചാ മതി. എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞെന്ന് ചിലരെങ്കിലും நான் அப்பா கேட்க போறேன்னு நினைச்சேன். நான் லாலுக்கு ஸ்டார்டிங்ல இருந்தே ஒரு இன்ட்ரெஸ்ட் இந்த மாதிரி இருந்துச்சு. ആ കൊച്ചിനെ എല്ലാവരും കൈയൊഴിഞ്ഞു, ബന്ധുക്കള് പോലും. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലടാ പട്ടി, ദൈവമൊന്നും ഇല്ലാന്ന്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നല്ല മനുഷ്യനും ആ തങ്കം പോലത്തെ കൊച്ചിന് ഈ ഗതി വരുമായിരുന്നോ? എന്തിനാ വെറുതെ ദൈവത്തിനെ പഴിയായിരുന്നു? അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ. നമുക്ക് ആ കൊച്ചിനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ? എനിക്കല്ല, എനിക്ക് അതിനുള്ള ഏജ് ആയിട്ടില്ലല്ലോ. ഞാൻ നമ്മുടെ ശിവേട്ടന്റെ കാര്യം ഉദ്ദേശിച്ചു. കാശും മടൊന്നും മോച്ചിട്ടല്ല. ഇവരൊക്കെ നല്ല ആളുകളാ, നല്ല മനസ്സുള്ളവരാ. അച്ഛനൊന്ന് സംസാരിച്ചു നോക്ക്. സംസാരിച്ചു നോക്ക്. അല്ല അതിപ്പോ ഞാൻ അതിന് നമ്മൾ കണസാ ഗുണസ പയ്യനെന്നല്ല ആലോചിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ശിവേട്ടനൊരു ഡോക്ടറല്ലേ. யாரு ஷீடன்? ചെന്ന് സംസാരിക്കേ, ഒന്നുകൂടി ഒഴിക്കട്ടെ. നീ എന്താ വിചാരിച്ചേ? ഒരു കല്യാണം ആലോചിക്കാനുള്ള ധൈര്യം വരെ എനിക്ക് ഒരെണ്ണം കൂടി അടിക്കണോ? നീ രണ്ടെണ്ണം കൂടി ഒഴിക്ക്. ഓ സാർ, അല്ല ഭക്ഷണം കുഴികുത്തി മൂടാൻ പറഞ്ഞു, അത് വേണോ? വേണ്ട, ഭക്ഷണം എല്ലാം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഭക്ഷണത്തിന്റെ അല്ല, ഞങ്ങള് വേറൊരു കാര്യം ചോദിക്കാനാ വന്നത്. അച്ചോട്ടെ ചോദിക്കേ. ഇങ്ങനത്തെ ഒരു അവസ്ഥയില് ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. മനസ്സിലായി. പന്തലിന്റെ വാടകയും വാചകം വെച്ചാ മേനോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. നിങ്ങൾ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ശരി, താങ്ക്സ്. അല്ല അച്ചോട്ടാ, നമ്മള് വന്നാര്യം പറഞ്ഞില്ല. അതൊന്നും ശരിയാവൂടാ. എന്താ അവര് നമ്മളെ അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നത്. അതിന് അച്ചോട്ടൻ കാര്യം എന്നാ പിന്നെ നിനക്കാണ് പോയി പറഞ്ഞൂടെ? അതങ്ങനെ തലയിരിക്കുമ്പോ വാലാട്ടം പാടില്ല. അതിന് തല ഇരിക്കലല്ലോ, നിക്കല്ലേ. നിനക്ക് ആട്ടം മുട്ടണെങ്കിൽ നീ ആടറപ്പ. അപ്പൊ ഞാൻ തമ്പി സാറിനെ പോയി ആട്ടട്ടെ? അല്ല പറഞ്ഞിട്ട് തമ്പി സാർ, എന്താ? ഞങ്ങളിപ്പോ ഇവിടെ ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതാ. എന്നെ കൂടാതെ അച്ചോട്ടനൊരു അനിയനുണ്ട് എന്ന് വെച്ച് എന്റെ ഏട്ടൻ. ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞ നടുക്കഷ്ടം. ഡോക്ടറാ, ഡോക്ടർ ശിവദാസ്. വെറും MBBS അല്ലാട്ടാ, MD. ആ ശിവേട്ടിന് വേണ്ടി ഈ തമ്പി സാറിന്റെ മകളുടെ ആദ്യകാലത്ത് എമ്മ ചേച്ചി ആലോചിക്കാൻ വന്നാ ഞങ്ങള്. തല്ലായിരുന്നു. അമ്പാടി തറവാട്ടിൽ കയറി സംബന്ധം ആലോചിക്കാനുള്ള യോഗ്യത ഇല്ലെന്നറിയാം. നിങ്ങളുടെ മനസ്സ് കണ്ടപ്പോ, നിങ്ങൾക്ക് വിഷമം കണ്ടപ്പോ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. സാറിന് സമ്മതമാണെങ്കിൽ ഒന്ന് മൂളിയാ മതി. എന്റെ അനിയൻ എത്ര വലിയ ഡോക്ടറാണെങ്കിലും ഞാൻ പറഞ്ഞ സമ്മതിക്കും. സാറിന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അടക്കുകയും ചെയ്യും. ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ ഞാൻ മിണ്ടിട്ട് കൂടി ഇല്ല. പോവാം. தம்பி. ஆனா தம்பி ஓகே சொல்லுவோம்ல. அதான் அண்ணன் நான் சொன்னாலே ஓகே பண்றோங்கிற மாதிரி தான். அப்படிலாம் கிடையாது கல்யாணம் மட்டும். அப்பெல்லாம் அப்படி இல்ல. அப்பெல்லாம் அண்ணன் சொன்னா தம்பி கல்யாணம் பண்றாங்க. பார்க்கலாமா? കൂൾ ഡൗൺ സർ, കൂൾ ഡൗൺ. എല്ലാത്തിനും ഞാനില്ലേ. പണ്ടാറം കഴുത്തിന്റെ ഇടയിലെ കൈ കുടുങ്ങി. ഹലോ, ഡോക്ടർ ശിവദാസ്. ഏട്ടാ, ഇത് രാമൻകുട്ടിയാ. ഞങ്ങളിവിടെ കല്യാണ വീട്ടിന്നാ. ഏട്ടനൊന്ന് അത്യാവശ്യമായിട്ട് ഇവിടം വരെ വരണം. എന്താടാ, മുത്തച്ഛൻ അസുഖമല്ലതും? ഏട്ടൻ ഇങ്ങോട്ട് വാ, കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. അല്പം സീരിയസാ. നിങ്ങള് വാടാ. ശരി.
அவர் கேரக்டர்லயே இருக்காருப்பா. എന്തേട്ടാ? വാ പറയാം. കൺകുളിർക്കെ കണ്ടോളൂ, അതാണ് ചെക്കൻ. ഏതായാലും കുട്ടി ചെന്ന് കല്യാണ പെണ്ണിനോട് ലൈഫ് കൊടുക്കാൻ ഒരു ഡോക്ടർ വന്നിരിക്കുന്നു പറയൂ. ടൈം വേസ്റ്റ് ചെയ്യല്ലേ, വേഗം ചെന്ന് പറയൂ. നമ്മുടെ കല്യാണം നടത്തണ്ടേ? അല്ല, അവരുടെ കല്യാണം கேப்ல നടത്തണ്ടേ? பத்தியா நம்ம கல்யாணம்ன்றாரு. നീ ഒന്നും പറഞ്ഞില്ല ശിവ. ഞാൻ മുത്തച്ഛനാ സുഖാണെന്ന് കരുതി ആംബുലൻസ് ആയിട്ടാ വന്നത്. അതൊന്ന് പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ വരാട്ടാ. ബിസിനസ് ഒക്കെ എങ്ങനെ? ഡെഡ് ബോഡി ഒക്കെ കിട്ടാറുണ്ടോ? ഇപ്പൊ എടുക്കാണ്ടാവോ? നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. റൈറ്റ്, അങ്ങേതാ പോവാൻ വരട്ടെ, ചിലപ്പോ ഒരു ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. മോളെ മോളെ എക്സ്ക്യൂസ് മീ, മോളെ എല്ലാവരും പുറത്തേക്കുന്നേ പ്ലീസ്. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്ക്. ഇതൊക്കെ ആള് വീതം പറയണോ? പക്ഷെ എന്ത് കഷ്ടം അതപ്പോ. നിന്നോട് കൂടെ പറഞ്ഞത്. ഞാനും പോവാം. കുട്ടി കുറച്ച് കാറ്റ് കിട്ടട്ടെ. കാറ്റ് കിട്ടണമെങ്കിൽ ഫാൻ ഇട്ടാ പോരെ? ബ്ലഡ് വേണ്ടി വന്ന എന്റെ ബോഡിയിലല്ലേ ഉള്ളൂ. ഇവിടെ ബ്ലഡ് ഒന്നും വേണ്ട. അപ്പൊ യൂറിനോ? ഇങ്ങോട്ട് വന്നേ. ആഹാ, கடவுளா தெரியுறாங்க. அப்படியே ഞാൻ ഡോക്ടർ ശിവദാസ്. ബോധമില്ലാ പെണ്ണിന് ഡാക്ടർ പയ്യൻ. ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയില് ഇത് ആദ്യത്തെ സംഭവിക്കുള്ളൂ. പെണ്ണ് ബോധം കെട്ടിയെടുക്കുമ്പോ ഒരു പെണ്ണ് കാണരുത്. ആദ്യത്തെ സംഭവമൊന്നുമല്ല. എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയത്. എന്നിട്ടാ കല്യാണം നടന്ന? പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചു. അച്ചുവേട്ടൻ ഇങ്ങനെ എന്റെ ഇഷ്ടവും സമ്മതമൊന്നും ചോദിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കും. പുരയിടത്തിന്റെ ആധാരം പണയം വെച്ച് എന്നെ മെഡിസിൻ അയച്ചതും ഇങ്ങനെ എടുത്തു ചാടി എടുത്തൊരു തീരുമാനമായിരുന്നു. അച്ചുവേട്ടൻ അങ്ങനെ തീരുമാനം എടുക്കുന്നത് തന്നെയാ എന്റെ സന്തോഷം. അതുകൊണ്ട് ഇപ്പൊ എടുത്ത ഈ തീരുമാനത്തിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. பத்தியா அப்பெல்லாம் அப்படிதான். ഇപ്പൊ പൾസ് റേറ്റ് കറക്റ്റാ. ഇനി ഒരു ബോധക്കേടിന്റെ ചാൻസ് കാണുന്നതുമില്ല. ഇപ്പൊ പേഷ്യന്റ് ഓക്കെ, ഇയാള് കല്യാണത്തിന് ഓക്കെന്ന് ഞാൻ പറഞ്ഞോട്ടെ. அவங்களுக்கு பேச முடியாதுன்னு சொல்லிட்டாங்களா? കണിയാരല്ലേ? അതെ, ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. നോക്കിക്കോളൂ. 2:30 മണിയായി. പോയിക്കോളൂ. ഓ, സന്തോഷമായി. ഒരു കല്യാണത്തിന് പൊരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്ന. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്ന. ഇതിനൊക്കെ പകല് വന്നുകൂടെ? സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ചെറുക്കനെ മിഡ് നൈറ്റിലാ സെറ്റപ്പ് ആയത്. നാളെ ഏർലി മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ഷടപടേന്നായിരുന്നു. എന്താന്ന്? നമ്മള് ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നേ. എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു. മതിയായിരുന്നു, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. കണിയൻ സാറോ അങ്ങനെ പറയരുത്. கணியன் சார். ഇവർക്ക് ദേ ഇത് പറയും. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മുടക്കി വിടാൻ പാടില്ലെന്നാ. മഹാലക്ഷ്മി ആരാ? മോള ഭാര്യ ആയിരിക്കുമല്ലേ? ജാതകങ്ങൾ തമ്മിൽ ചേർച്ചക്കുറവൊന്നും. ഓ, സദാമാനായി. 10-7 പൊരുത്തവും ഉണ്ട്. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്നറിയില്ല. ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ, ഇതങ്ങോട്ട് പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ല. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. என்ன அந்த ஒன்றும் சொல்லாம விட்டாங்க. அதானே. പറ്റിയാ ഇപ്പൊ നമ്മള് ബന്ധുക്കളായിട്ടോ കട്ടയുന്നേ. ഭർത്താവും കുട്ടികളൊക്കെ അതിന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. നന്നായി. അതെന്ത് വേണ്ടാന്ന് വെച്ച്? വേണ്ടാന്ന് തോന്നി, അത്ര തന്നെ. ഇപ്പോഴും താമസിച്ചിട്ടില്ല, ഇനി ആവട്ടോ. മട്ട അരിസിയാ? സപ്ലയർ ഇത്തിരി സാമ്പാർ താങ്ങിയേ. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തിക്കേട്ടോ. രാമ, ഓ, ചെറുക്കന്റെ അനിയനാ രാമൻകുട്ടി. നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറിരുന്നോ, ഞാൻ വിളമ്പാം. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. അയ്യോ, സാറിരുന്നോ, ഞാൻ വിളമ്പാം. ഞാൻ വിളമ്പാ. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ? രണ്ടുപേരും കൂടി ദേ ഇങ്ങോട്ട് വിളമ്പിക്കോ. പ്രശ്നം സോൾവ് ആവട്ടെ. മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചെന്ന്. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം.
എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറൊന്നും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. താൻ എന്താ വേഷം കെട്ടെടുക്ക? എന്താ ജിംനാസ്റ്റ് അവര് കുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ ഇലയിലെടുത്ത് കഴിക്കടാ. பக்கத்துல இருந்து சாப்பிடு. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും പൊട്ടോ. പോട്ടെ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ കല്യാണത്തിന് കാണിക്കാം. പോ ഇത് കൊണ്ടാണ് പോ. വേണോ ചോദിച്ചാ വേണ്ടാന്ന് പറയാ. ഇവനാര്? ഊണ് മാഷ. ചോറ് എനിക്കിനി ചോറ് വേണ്ട. അതെന്താടാ നിനക്ക് ചോറ് വേണ്ടാത്തെ? മര്യാദ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് നിന്നെ ഞാൻ വിടില്ല. പന്നി. கிட்டார் மாதிரி வச்சிருக்காரு பாரு. கல்யாணம் பண்ணி வச்சு திமிரா. അവരൊക്കെ സദ്യ വിഴുങ്ങിട്ട് ഇരിക്കല്ലേ? അപ്പുറത്തിരുന്ന് കുറെ പേര് പണിയെടുത്ത് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ ചായ കൊടുത്തുവോ? കൊടുത്തല്ലോ. ആരോട് വെച്ചിട്ട് കൊടുത്തു? അവരെ പണിയെടുക്കാൻ സമ്മതിക്കില്ലല്ലേ? വെറുതെ ചായ കുടിച്ചോണ്ടെന്നാ ഇയാള് പോയി പണിയെടുക്കൂ. അപ്പോഴേക്കും പോയോ? കുട്ടി ഇവിടെ വരൂ. என்ன அம்பி அண்ணின் மாதிரி டபுள் பண்ணிட்டு இருக்காரு. അപ്പൊ ദഹനക്കാരൻ പറഞ്ഞാലും അനുസരിക്കാനൊക്കെ അറിയാല്ലേ? കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കുകയാണെങ്കിലേ ചെക്കനെയും പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കുമെന്ന് വെച്ചില്ലേ? ഇപ്പൊ എന്തായി? നല്ല മണിമണി പോലത്തെ ഡോക്ടർ ചെക്കനെ ഞങ്ങൾ ഒപ്പിച്ചെന്നില്ലേ? ശരിയാ. ഈ കല്യാണം കൂടെ നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചേച്ചിയുടെ കണ്ണ് നിറയുന്നതാ എനിക്ക് ഏറ്റവും സങ്കടം. ആ ചേച്ചിക്ക് നല്ലൊരു ജീവിതാ തിരിച്ചു കിട്ടിയത്. ഈ കടപ്പാടും നന്ദിയൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്താ കുട്ടിയത്? അയ്യേ ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാടിന്റെയോ ഒന്നും ഒരു ആവശ്യമില്ല. ഇയാളോട് നന്ദി പറയാൻ ഇയാൾ എന്ത് കാര്യമാണ് ചെയ്തത്? ആ സമയത്ത് എന്റെ ചേച്ചി സ്വീകരിക്കാൻ മനസ്സ് കാട്ടിയ ഡോക്ടറോടാ ഞാൻ നന്ദി പറഞ്ഞത്. അതങ്ങ് ചെന്ന് അറിയിച്ചാ മതി. പൊട്ടേ ദഹനക്കാരൻ നിന്റെ കെട്ടിയനാടി. കുട്ടി എന്താ വിളിച്ചത്? ദേഹണ്ണക്കാരനാ? ദേഹത്തെ എണ്ണീർണെന്ന് ചോദിക്കുക. അതെന്താ നിന്നെ അച്ചാറിടാൻ പോന്ന രാമൻകുട്ടി അച്ചാറ്? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? അതെങ്ങനെ മനസ്സിലായി? മോനെ കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. എടാ നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തല് പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാരും തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കാൻ ചെയ്യാം. ഹോം അപ്ലയൻസ് ഓഫ് ദ ടു ഫാമിലീസ് യു ആർ ദ ലിങ്ക്. ലിങ്കോ? നോ യു ആർ ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്. ദ ടു ഫാമിലി അറ്റാച്ച്ഡ് ടു ദ ബാത്റൂം യുവർ ഫാമിലീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. വാട്ട് യു മീൻ? അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ ചാളമീൻ അയലമീൻ പിലോപ്പി മീൻ. പോടാ പോയി ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് എന്റെ സ്പീച്ച് അങ്ങ് വന്നിരിക്കുന്നു മലയാളി. என்ன ஒரு செலிப்ரேஷனா போயிட்டு இருக்கு. கிரக்ஸிங்க ஸ்டோரி கிரக்ஸிங்க ட்விஸ்ட் ஒன்று இருக்கு இதுல. என்ன ட்விஸ்ட்? தெரியாது, இதுக்கு போனா வரும். ഡാൻസ് ചെയ്ത് അവളുടെ മുമ്പിൽ ചെന്ന് ഷൈൻ ചെയ്യടാ. പോടാ. முடிஞ்சு போச்சு. ചീറ്റി പോയല്ലേ? എന്ത് ചീറ്റിന്ന്? എന്റെ അടുത്ത് ഹനുമാനില്ലേ? എന്നെ ഹനുമാനെന്ന് വിളിച്ചാണ്ടല്ലോ. നിന്നെ അല്ല, എന്റെ അടുത്ത് ഹനുമാൻ ഐറ്റമില്ലെന്ന്. നീ പോയി ബണ്ണും പാലും എടുത്തു. ആ ബണ്ണും പാലും ശരിയാ കഴിച്ചിട്ട് മതി. എനിക്ക് നല്ല വിശപ്പുണ്ട്. വാ. എടാ അതല്ല, ബണ്ണും വാലും ഹനുമാൻ. അതും ഇതൊക്കെ ഇട്ട് വായ കുത്തിക്കരി വെക്കണ്ട, ഗ്ലാമർ ആവും. ഹനുമാനാണെങ്കിൽ ഒരു മേക്കപ്പും ചെയ്യാതെ നീ നേരെ അങ്ങ് ചെന്നാ മതി. അതിൽ നിനക്ക് അഭിമാനിക്കാൻ മതി. ബണ്ണും പാലും എടുത്തിട്ട് പോടാ. പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എന്താ ഇത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ. ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസാജ്. ജിംനാസ്റ്റിക് சொன்னாரு. ഞാൻ ആൻഡ്രോയിഡ് ഇട്ടിട്ടുണ്ട്. ചുമ്മാ ദൈവത്താണ് ഇട്ടിട്ടുണ്ട്. എന്താ കാണണ? എനിക്ക് വിശ്വാസമില്ല. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ പണ്ടറടങ്ങ് ഓർന്നിടിഞ്ഞു തോന്നുന്നത്.
ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ. അതിന് എന്താണാവ്? എന്ത് പണ്ടാവിനാവട്ടെ. എന്താ എന്തു പറ്റി? അടി പിടിച്ചുട്ടാ അടിപിടിച്ചിട്ട് ബസ്സിൽ ഉടക്കാതെ കൊണ്ടു. അതെ, എന്നെ സാപ്പാട് ചെയ്യുമ്പോൾ അടിപിടിച്ചിട്ട് ഉണ്ടാവില്ല അടിയില്. പിന്നെ നീര് പോണ്ടേ? അതെ, ഈ മുത്തച്ഛന്റെ അടുത്തേക്ക് ഒന്നും നീക്കി പിടിച്ച തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരാള് മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാം. ഏത് മസലാണ് ചേട്ടൻ കാണിക്കാൻ മറന്നുപോയത്? സഹൃദയരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചൂടല്ല. നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ചീന്തിയെടുത്ത അവിസ്മരണീയമായ ഒരേട് ഹനുമാന്റെ ലങ്കാ ദഹനം. എല്ലാം റെഡിയല്ലേ? മുഴുവൻ പപ്പടം ഒട്ടിച്ച് തീർന്നു. സാരമില്ല, നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഇത് തന്നെ എടുത്ത് വറക്കാം. ഇതുകൊണ്ടല്ലേ ഞെട്ടണം. നിന്റെ ഫേസ് കണ്ടാ ഫ്രണ്ടും ബാക്കും മാറിപ്പോകും. ഇന്നാ കേറ്റി കേറ്റി കുത്തി കേറ്റി. ബാക്കിയുള്ള കുറച്ച് മൂക്കിലും വെക്ക്. ശ്വാസം പിടിച്ചാകട്ടെ. மூச்சடிச்சு எடுத்து போட்டு விடுறாருப்பா. ஐயோ, அப்படியே இருக்காரு. അയ്യോ എന്നാ ഇതന്നെ നമ്മളുടെ ആംബുലൻസ് പറയുന്നത്. ഏയ് അച്ഛാ, ബോബൻ, നീ വന്നോ? കുഞ്ഞക്ക ബോബൻ. ഡബിൾ എൻട്രി. ഞങ്ങള് തലകുത്തി പാട്ടൊക്കെ ഉണ്ടോ? டெஸ்ட் கேட்டல இங்க தான் இருக்கு. ஐயோ ஐயோ. അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ലേ? സാരില്ലടാ, നീ இப்ப ஃபேஸே மாறிடுச்சு பாருங்க. നിന്റെ വിധി. അയ്യോ, ഏതാ കുരങ്ങൻ? ஐயோ. ഒരങ്ങനല്ല, ഹനുമാനാ. മണവാളച്ചെറുക്കന്റെ അനിയന്. എന്റെ അമ്മേ, ഇനി ചെറുക്കനെ ഇതേപോലെ തന്നെയാണോ? ഏയ്, ചെറുക്കം എടുക്കനാ. ഓ, സമാധാനായി. ഞാൻ കരുതി അനിയനെ പോലെ വാലുണ്ടാവും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഹലോ, ഞാൻ ഉണ്ണി. ഹലോ. എന്റെ സഹോദരിയുടെ മകനാ. സമയത്ത് എത്താൻ പറ്റിയില്ല. വലിയ തിരക്കുള്ള ഗായകനാ. സ്റ്റേജ് ഷോ ആയിട്ട് രാജ്യം മുഴുവനും കറങ്ങലാണ് ഇവന്റെ ജോലി. എവിടെയാണ് നിന്റെ സെറ്റുകാരൊക്കെ? എല്ലാരും വണ്ടിക്കകത്തുണ്ട്. എല്ലാരോടും ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. അയ്യോ, ഇറങ്ങിയ ലേറ്റ് ആവും. ബാംഗ്ലൂർ പ്രോഗ്രാം ഉള്ള. അങ്ങനെ ഇപ്പൊ മോൻ കാണിച്ചിട്ട് പോവാൻ നോക്കണ്ട. കല്യാണ സമയത്ത് എത്തിയില്ല. വന്നപ്പോ ഒരു ഗിഫ്റ്റ് പോലും കയ്യിലില്ല. അർക്കീസ് അങ്ങനെ വരെ ഉദ്ദേശിച്ചിട്ടില്ല. പണിഷ്മെന്റ് ഉണ്ട്. അവൻ രാവണനാ. അവൻ ആ സീതയെ അടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ തകർന്നുപോയ ഹനുമാനെ വീണ്ടും ഇറക്കി ഷൈൻ ചെയ്യാം. അല്ലെങ്കിൽ നിന്റെ വാലൂറിയും. ചെല്ലതാ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ശ്രീരാമ, അവരുമായിട്ട് ഉടക്കാൻ എനിക്ക് ശക്തി തരൂ. ഓ, പൊടഞ്ഞേനെ. കലോത്സവം ഞാൻ കലക്കി. ചത്ത പച്ച എന്ന് പറഞ്ഞ ഇറങ്ങിക്കൂടാ. കഴിഞ്ഞാ അവൻ വാലുമ്പൊക്കെ ഓർണം. ബണ്ണവിടെ അത് ഞാൻ എപ്പോഴേ തിന്ന് കൊല്ലിച്ചെന്നിന്റെ എന്തത്? ടവൽ. ടവലെങ്കി ടവല്. ഇനി മുതല് ബണ്ണ് വേണ്ട, ടഫല് മതി. ഉഗ്രന. മരുത്വാമല മൃതസഞ്ചി. എന്റെ അച്ഛനെ വിളിച്ചല്ലേ? എനിക്ക് മനസ്സിലായി. നിന്റെ മോന്ത ഇങ്ങനെ പോട്ടാ. തിങ്കളേ പൂത്തിങ്കളേ அவர் பெர்ஃபார்ம் பண்ண ஆரம்பிச்சிட்டாரு. കെട്ട് കഴിഞ്ഞില്ലേ? കെട്ടും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ്. നിന്റെ കെട്ട് കഴിഞ്ഞില്ലേ? എന്റെ കെട്ട് കഴിഞ്ഞ് 3-4 പിള്ളേരായി. അതല്ല ചോദിച്ചു, ഇതിന്റെ കെട്ട് കഴിഞ്ഞില്ലെന്ന്. ഇതിന്റെ കെട്ട് കഴിഞ്ഞാൽ ഇതിനോട് ஒரு ஷார்ட் டெம்பர் போல பாரு. തലയ്ക്ക് സുഖം എന്നെ കാലുമ്പോ ചങ്ങനെ ഉണ്ടാവില്ല പട്ടി. മാളിക മുകളേറിയ മന്നന്റെ ഷോൾഡറിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഓ, കേട്ട് ചാടിക്കാതെ പോടാ. ഓ, കേറിന്ന് സൂയിക്ക. എന്റെ കല്യാണം കഴിഞ്ഞ ആരെടുക്കും? ഞാൻ അവളെ കൊണ്ട് എടുപ്പിച്ചോളാം. നീ എന്നെ തെറ്റിദ്ധരിക്കാണ്ടിരുന്നേച്ചോ. എന്നാ പിന്നെ ഞങ്ങള് എന്താ സാറേ ഇത്? വൈഫും കുട്ടികളൊക്കെ നിൽക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു അന്യപുരുഷൻ? മുത്തശ്ശനെ ഞാൻ കാറിന്റെ സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട്. മടി കയറി ഇരിക്കരുത്. ടൂത്ത് പേസ്റ്റ് ആയി പോകും. ஆனா ரெண்டு பேருமே கிட்ட இருக்காங்க. ഹനുമാൻ, ലങ്കാദഹനം കാണാൻ പറ്റിയില്ല കേട്ടോ. ശൂർപ്പണകയുടെ മൂക്കും വേറെ ചില ഭാഗങ്ങളും കട്ട് ചെയ്യുന്നവരായിട്ടുണ്ട്. എന്താ കാണണോ? കാണണം.
രാഘുവാലം തുറക്കുന്നതിന് മുമ്പ് പോയിന്റോ? അല്ല കാണിക്കില്ലേ? എന്താ രാംകുട്ടി കാണിച്ചിട്ട് പോന്നേ? ഞാൻ അച്ഛനെ അമ്മയൊക്കെ വിളിക്കാം. രാംകുട്ടി, പോവല്ലേ? ഒരു മിനിറ്റേ, എത്തി. ഈശ്വരന്മാരെയും മരിച്ചുപോയ കർണന്മാരെയും മനസ്സിൽ ധനിച്ച് ആ വലതുകാലം വെച്ചാണ് കേൾക്കുള്ളൂ. ഇതൊക്കെ പറയാനും ചെയ്യിക്കാനും ഇവിടെ സ്ത്രീകളാരുമില്ല. വേണമെങ്കിൽ കുറച്ചു നേരത്തേക്ക് എന്നെ സ്ത്രീയായിട്ട് കണ്ടോളൂ. എന്താ ഇനി ഇവിടുത്തെ എല്ലാം അടുത്തേമേ ஸ்ரீனா பெண்ணா வீட்டுல யாரும் கேர்ள்ஸ் இல்ல നല്ലൊരു കാപ്പി ഇടുക. ദേവി, എന്റെ കുട്ടികൾക്ക് ഒരു ആപത്തും വരുത്തരുത്. ചിലപ്പോ പേഷ്യൻസ് ആയിരിക്കട്ടെ. എന്താ എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? എന്ത് പ്രശ്നം? അല്ല, ഇവിടെ കള്ളം കയറിയെന്നോ മച്ചു പൊളിച്ചെന്നോ എന്താ ഉണ്ടായത്? പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആരും എന്നെ ഫോൺ വിളിച്ചിരുന്നു. പേര് ചോദിച്ചപ്പോഴേ കട്ട് ചെയ്തു. ചുമ്മാതി അച്ചു, 10 മണിയായപ്പോ തുടങ്ങിയതാ മോളെ കാണുന്നു. നാളെ രാവിലെ പോകാമെന്ന് ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി. സമ്മതിക്കണ്ടേ? കിടന്നിട്ട് ഉറക്കം വന്നില്ലടാ അച്ചു. പിന്നെ ഞാനെന്താ ചെയ്യാ? മോളെ, അച്ഛൻ നിങ്ങളുടെ ഉറക്കം കളഞ്ഞോടി. ആരുടെ ഉറക്കം കളഞ്ഞില്ലേ? തൽക്കാലം നമ്മൾ ഇന്ന് ആരും ഉറങ്ങുന്നില്ല. നേരം വെളുത്തിട്ടേ പിരിയുന്നുള്ളൂ. മണവാട്ടി പെണ്ണിന്റെ വീട്ടുകാർ ആദ്യമായിട്ട് ചെറുക്കന്റെ വീട്ടിൽ വന്നാലേ നമുക്കിന്ന് ആഘോഷമാക്കണം. അച്ചു, നീ പറഞ്ഞ ശരി. വേഗം പോയാനുള്ള ഏർപ്പാടാണ്. ഒരു 5 മിനിറ്റ് ഇപ്പൊ എത്തിക്കഴിഞ്ഞു. നാളെ ആശുപത്രി ചെന്ന് ആള് മാറി ഓപ്പറേഷൻ നടത്തരുത്. ഒരാഴ്ച ലീവാ. உனக்கு இப்படி ஆசை இருக்கா? நீ டேடி சர்ப்ரைஸ் விசிட் பண்றதுக்கு? டேடி நம்ம தான் சர்ப்ரைஸ் விசிட் பண்ணோம். மாமா பாத்துக்கங்க. എടാ, തമ്പി സാറും വീട്ടുകാരും വന്നിരിക്കുന്നു. അടി പിടിച്ചിട്ടുണ്ടാവും. നല്ല ചട്ടം കൊണ്ട് ഇളക്കി കൊടുത്തു. கிட்ட சொல்றாரு நல்லா. அவர் தூக்கத்திலேயே சமைச்சிட்டு இருக்காரு. I love you. You love me. Okay. அச்சு ஏட்டன்னா? அச்சு ஏட்டனா அவர்தான் சொல்றாரு. அவர் பேர் அச்சுவா? அப்படிதான் சொல்றாங்க. കലാപരിപാടികൾ തുടങ്ങിയല്ലേ? അപ്പൊ ഇനി നേരം വെളുത്തിട്ടേ പിരിയൂ. ഈ ഡോക്ടർ രാമൻകുട്ടിയെ പോലെ തന്നെയാണോ? കഴിക്കില്ല. ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല. ഓപ്പൺ பண்ணணும், ഓപ്പൺ. എന്റെ ഈശ്വര, അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, கையில கிளாஸ் வச்சிருக்காரு பாருடியா. ഇത് ഇവിടെ ഇരുന്നോട്ടേട്ടാ. എന്താ ഇത്? വേസ്റ്റ് ഗ്ലാസ്സാ. വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. സോഡ ഒഴിക്കാണ്ട് வேஸ்ட் கிளாஸா? வேஸ்ட் ஆன சரக்கு ஊத்துறதுக்கா? കുറച്ചും കൂടി. കുറച്ച് മതി മതി சென்னையில മതി. மொத்த கிளாஸ் മതിയല്ലോ. சென்னையில தண்ணில வந்து குடத்தை தூக்கிட்டு போங்களா, அந்த மாதிரி ரெடியா வச்சிருக்காரு பாரு. നിങ്ങൾ കുടിച്ചോ. അച്ചേട്ടാ, ഞാനൊന്ന് മുള്ളിട്ട് വരാം. ஐயோ, ஏதோ சம்பவம் பண்ண போறாரு. ஐயோ ஐயோ വെളി വന്നിട്ട് ஐயோ கல்யாணம் தம்பிக்கு, அவங்க அண்ணனுக்கு. இவரு ஏன் போய் என்ன கிட்ட മുള്ളുണ്ടെങ്കിൽ മുള്ളു. എനിക്ക് കിടന്ന് ഉറങ്ങണം. வீட்டு வாசல்லே வா. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, സത്യമായിട്ടും. ഉറക്കപ്പിച്ചൊന്നും അല്ല, അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂം ഇതാ. പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണം. ஐயோ, ഞാൻ രാധികച്ചിയുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. പോയിട്ട് വരൂ, അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കിക്കോളാം. എനിക്ക് കുറച്ച് ഒഴിച്ചേക്ക്. മതിട്ടാ. தூக்கமே போச்சு. ഞാൻ ലൈഫിൽ മൂത്രമൊഴിക്കില്ല. ഹലോ, ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ. ചതിക്കല്ലേ? എന്റെ അമ്മോ, ഇതിന് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നതാ. ഇയാളെ തട്ടപ്പാരയ്ക്ക് കുടുംബത്തിൽ കയറുന്ന മനുഷ്യ കളിയാക്കാ. ഇയാളെന്റെ മുറിയിൽ നിന്ന് പോയെ. ഒരു പുരുഷന്റെ മുറിയിൽ പാതിരാത്രിക്ക് ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല. ഓ, ഒരു വലിയ പുരുഷൻ. എന്തായാലും വല്ല സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പോയെ. രാമൻ ഇയാളുടെ ഓ ഞാനാണ് രാമൻ. நல்ல ஃபேஸ் ரியாக்ஷன் பாரு உங்களுக்கு. கண்ணு நல்ல ഫുൾ ഫേസ് മേ എന്നിട്ട് ഒരു മാതിരി ഇതാ കാണിച്ചിരുന്നു. ആരാ അവിടെ വന്നിരിക്കുന്നു? രാധികടത്തിന്റെ വീട്ടിൽ നിന്നാ. ഒരാൾ இருக்காங்க. പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല. എങ്കിൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാ മതി. വയസ്സാം കാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നു? നീ മനുഷ്യന്റെ ഉറക്കം കണ്ടാ പോടാ. ഓ, കിടക്കണ കണ്ടാ ഉണങ്ങിയ കാമദേവൻ. காஞ்சி போன காமெடி.
കേറി പോകണ്ടേ അവിടുന്ന് അത് തമ്പി സാർ കുറെ ആളായല്ലേ ഒന്നാമല എന്താ തമ്പി സാറേ ഒന്നാമല? നീ എന്നെ എന്താ വിളിച്ചത്? തമ്പി സാറേന്ന് അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേന്നോ? എന്താ എടാ തമ്പിന്ന് വിളിയടാ. ചുമരി എടാ തമ്പിന്ന് വിളിക്കാം. വിളിക്കുന്ന പ്രശ്നമില്ല. അച്ചു എന്റെ സ്വഭാവം മാറും. എടാ തമ്പിന്ന് വിളിക്കില്ല. ആ ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. ഇതാണ് പിടിച്ചേ. ഇനി നമുക്ക് സമയം കളയാണ്ട് ഇതങ്ങ് അടി. അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. നമ്മുടെ രാംകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഒരു സമയം കൊണ്ട് കവിത എഴുതിയ മോള് വായിക്കേ. ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. പാട്ട് കേട്ട് പണിയിട്ട് മോള് വായിക്കേ. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്ത, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ. എങ്കിലും സോദര ഇളം കാറ്റിലെവിടെയോ എന്നോട് ചോദിക്കാതെ കുട്ടിയോടി കവിത എടുക്കാൻ ആരാ പറഞ്ഞേ? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകളാ? കറക്റ്റ് ചെയ്യാത്ത കോഫി അല്ല കോപ്പിയാ. തേങ്ങാക്കുല ആടുന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കൊലിയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. നീ അവിടെ നിന്ന് മോള് വായിക്കുമ്പോളെ ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുല. പറഞ്ഞല്ലോ, ഈ വർഷത്തെ വയലാർ അവാർഡല്ലേ. ട്രോൾ പண்றாங்க பாவங்க. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻഡുടിയുടെ കൊലയാണെങ്കിലും ആടും, നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല. ഞാൻ സമ്മതിക്കില്ലടാ. അച്ചുവേ, നേരം വെളുക്കാറായി, ഞങ്ങൾ അങ്ങ് ഇറങ്ങും. നിങ്ങൾ നടന്നു. അച്ചു, എനിക്ക് സന്തോഷായി. ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. ഹലോ മഹാകവി, ചെന്തെങ്ങിനെ കൊണ്ട് ഞാൻ ടീൻഡുടിനെ കല്യാണം കഴിപ്പിക്കും. ഓ എന്റെ പോഞ്ഞിക്കരെ, നാളെ രാവിലെ നീ വീട് വരെ ഒന്ന് വരണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോ ഗുഡ് മോർണിംഗ്. നാളെ നിന്നോട് ചെല്ലാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? എനിക്കത് അറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ. പിന്നെ അവള് നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. നാളെ നീ ചെല്ലുമ്പോ മുണ്ടെടുക്കരുതെന്ന്. അയ്യേ, എടാ പാന്റ് ഇട്ട് ചെല്ലാൻ. പിന്നെ അവള് പറയുമ്പോ ഞാൻ അനുസരിക്കാതിരിക്കല്ലേ? എന്റെ പട്ടി പാന്റ് ഇടും. താങ്ക് യു ഫോർ വാച്ചിങ് വിത്ത് us. നമ്മൾ അടുത്ത പാട്ടിൽ സന്ധിപ്പും. Bye bye. ബൈ.